ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി കഴകപ്രവൃത്തിയിൽ നിയമനം ലഭിച്ച ബാലു എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്നത്. തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരനായി നിയമനം ലഭിച്ച ഈഴവ യുവാവിനെ മാറ്റണം എന്ന തന്ത്രിമാരുടെ നിലപാടിൽ ഇപ്പോൾ വിയോജിപ്പുമായി തന്ത്രി കുടുംബാംഗം രംഗത്ത് വന്നിരിക്കുന്നു. ജാതിയുടെ പേരിൽ ആരെയും മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്ന് തന്ത്രി കുടുംബാംഗമായ അനി പ്രകാശ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമന വിവാദം അവകാശ തർക്കമാണെന്നും മറ്റൊരു സമുദായത്തിൽപ്പെട്ടയാൾ കഴകക്കാരനായാൽ അയിത്തം കാണേണ്ടതില്ലെന്നും അനി പ്രകാശ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴക നിയമ വിവാദത്തിൽ ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉണ്ടായിട്ടുള്ളത് തന്ത്രിമാരുടെ ഭാഗത്ത് തന്നെയാണ്. 6 തന്ത്രിമാരും ഇതിനകത്ത് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ തന്ത്രി കുടുംബത്തിലെ അനിപ്രകാശ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ കഴക നിയമത്തിൽ വലിയൊരു വിവാദം ഉണ്ടായിരിക്കുകയാണ്. അവിടെ നേരത്തെ നിയമിച്ച ആളെ അദ്ദേഹത്തെ ഇപ്പം ഈ എതിർപ്പ് മൂലം മാറ്റി നിർത്തിയിരിക്കുന്നു. താങ്കളുടെ നിലപാട് എന്താണ് ഇതിനകത്ത്? അതായത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഒരുപാട് കാര്യങ്ങൾ പല അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഇപ്പോൾ തന്ത്രിമാരുടെ ഇടയിലാണെങ്കിൽ പോലും ഈ അവകാശ തർക്കങ്ങളും അവകാശ വ്യത്യാസങ്ങളും അതിലൊരുപാടുണ്ട്. അതുപോലെ എല്ലാം അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സവിശേഷത കൂടൽമാണിക്യം ക്ഷേത്രത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവും അത് ജാതിയുമായിട്ട് കാണുന്നതിന് പകരം ഒരു അവകാശ തർക്കമായിട്ട് കാണുന്നതായിരിക്കും ശരിയെന്നാണ് ഞാൻ പറയുക. വിവാദം എന്ന് പറയുന്നത് വേറൊരു സമുദായത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് ഇപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളെ നിയമനം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല, അത് പാരമ്പര്യമായി ചെയ്യുന്ന ആളുകൾ തന്നെ വേണം എന്ന രീതിയിലേക്ക് വന്നു എന്നുള്ളതാണ് അതിനകത്ത് വിവാദമായി മാറ്റിയിട്ടുള്ളത്. ഞാൻ അങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല. 30-ൽ 1 എൻ്റെ അവകാശം വരുന്നത്. അതായത് കുടുംബാംഗങ്ങളെ മൊത്തമായിട്ട് തന്ത്രി കുടുംബത്തിൽ പുരുഷ അംഗങ്ങളെല്ലാം കൂട്ടി വരുമ്പോൾ ഒരു 30-ൽ 1 മാത്രമാണ് എൻ്റെ അഭിപ്രായം. അതായത് മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ്. ഒരിക്കലും മാറ്റി നിർത്തേണ്ടതില്ല. പക്ഷേ കൂടൽമാണിക്യത്തിലെ ഒരു വിഷയത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറയുന്ന പാരമ്പര്യ അവകാശി ഒരുപാട് കാലമായിട്ട് അയാൾ ദിവസ കൂലി രീതിയിൽ അവിടെ കഴകപ്രവൃത്തി ചെയ്തു പോന്നിരുന്നു. ആ വ്യക്തിക്ക് വേണമായിരുന്നു പ്രഥമ പരിഗണന കൊടുക്കാൻ എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. കഴകവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഐറ്റമായി ഈ തന്ത്രിമാർക്ക് മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മറ്റന്നാൾ വരെ കുറച്ച് ഇവിടെ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കിലാണ്. ആ തിരക്ക് കഴിഞ്ഞാൽ ഈ മാസം എൻ്റെ ഡ്യൂട്ടി എല്ലാം നിർവഹിക്കാൻ അത് ആര് കഴകം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒരു വേർതിരിവ് കാണിക്കില്ല. തീർച്ചയായും അത് അഭിനന്ദനം അറിയിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്നത് മറ്റു തന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി ആരെയും മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെ അവിടെ കഴകം ചെയ്തിരുന്ന ആൾക്ക് ജോലിയുടെ കാര്യത്തിൽ ഒരു മുൻഗണന കൊടുക്കാമായിരുന്നു. പക്ഷേ അത് ജാതിയിലല്ല, ജോലിയുടെ കാര്യത്തിൽ മുൻഗണന കൊടുക്കാമായിരുന്നു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ആരെയും മാറ്റി നിർത്തരുത് എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ ഈ പറയുന്ന തന്ത്രി കുടുംബത്തിലെ ഭൂരിഭാഗം പേരും ഇതിനോട് വിയോജിപ്പ്, അതായത് അദ്ദേഹത്തെ അവിടെ നിയമിക്കരുത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അനിപ്രകാശ് രംഗത്ത് വന്നിരിക്കുന്നു. ക്യാമറാമാൻ പ്രസാദ്. ഓക്കെ, അപ്പോൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പ്രസാദ്, തന്ത്രിമാരുടെ എതിർപ്പുണ്ട്, വാര്യർ സമാജത്തിന്റെ എതിർപ്പുണ്ട്. ഈ എതിർപ്പുകളെ തുടർന്നാണ് ഈ മാറ്റി നിർത്തൽ എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ ഈ മാറ്റി നിർത്തൽ ഇപ്പോൾ താൽക്കാലികം മാത്രമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ഇപ്പോൾ ഈ തന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ച് എങ്ങനെയാണ് നിലവിൽ എന്താണ് ഇപ്പോൾ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈ മാറ്റി നിർത്തലുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ? ഗുഡ് മോർണിംഗ് പ്രസാദ്. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇതിനകത്ത് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം തുടരുക തന്നെയാണ്. കാരണം തന്ത്രിമാർ ഇപ്പോഴും അതിനെ പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല. ഈ നിയമനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് 6 പ്രധാനപ്പെട്ട തന്ത്രിമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ ഒരു തന്ത്രിയായിട്ടുള്ള പത്മനാഭൻ നമ്പൂതിരിപ്പാടിൻ്റെ സഹോദരപുത്രനാണ് ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, അനിപ്രകാശ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതിൽ പറയുന്നത് ജാതിയുടെ പേരിൽ ആരെയും മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ്. ഇവർ ഇതിനെ എതിർക്കാനുള്ളൊരു കാരണം, മറ്റു തന്ത്രിമാരെ എതിർക്കാനുള്ള കാരണം അതിന് വിശ്വാസവുമായി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള അതാണ്. അതായത് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആചാര ലംഘനങ്ങൾ നടക്കും, അതുകൊണ്ട് അത് അംഗീകരിക്കാൻ കഴിയില്ല. നിലവിൽ പാരമ്പര്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് തന്നെ അത് ചെയ്യാനുള്ള അവകാശം കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് ഇതിനകത്ത് കൃത്യമായി പരീക്ഷ നടത്തുകയും ഇതിൽ പരിചയസമ്പന്നരായ ആളുകളെ തന്നെയാണ് അവിടെ കഴക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അതിനെയാണ് തന്ത്രിമാർ എതിർത്തിട്ടുള്ളത്. ഇപ്പോൾ അനിപ്രകാശ് അതിൽ നിന്നൊരു വ്യത്യസ്തമായ നിലപാട് പറയുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം മറ്റു തന്ത്രിമാരെല്ലാം ആ നിയമനത്തെ എതിർക്കുമ്പോൾ ആ തന്ത്രി കുടുംബത്തിൽ തന്നെയുള്ള ഒരു ചെറുപ്പക്കാരൻ അതിനെ എതിർക്കുകയാണ്. അദ്ദേഹം പറയുന്നത്
അതിനകത്തൊരു അവകാശ തർക്കമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ജാതിയുടെ പേരിൽ ഒരാളെ ഒരു തരത്തിലും മാറ്റി നിർത്താൻ പാടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഈ കഴകം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കഴക പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്ത് മാല കെട്ടൽ, ഇത് അവിടെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ടത് പറയുന്നത് താമരമാല കെട്ടുക എന്നുള്ളതാണ്. അത്തരം മാല കെട്ടി അത് മേൽശാന്തിക്കോ അല്ലെങ്കിൽ തന്ത്രിക്കോ കൊടുക്കുമ്പോൾ അതിനെ ഒരു തരത്തിലുള്ള ഐത്യവുമായി അതിനെ കാണേണ്ടതില്ല. അത് പൂജയോ അല്ലെങ്കിൽ ദേവപ്രീതിയോ ഒരു തരത്തിലും ബാധിക്കില്ല. അത് അങ്ങനെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു വിവാദം തുടരുകയാണ്. ഇതിനകത്ത് ഇപ്പോൾ വാര്യർ സമാജമെല്ലാം തന്നെ ഒരു തരത്തിലും ഈ പുതിയ നിയമനം അംഗീകരിക്കില്ല എന്നതാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അവിടെ നിയമനം ലഭിച്ചിട്ടുള്ള തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ ബാലുവിനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുന്നു. അവധി എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവരുടെ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹത്തെ നിർബന്ധിത അവധിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം 14-ാം തീയതി വരെ, ഈ മാസം 14-ാം തീയതി വരെ അവധിയിലായിരിക്കും. അവധി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ കഴക നിയമനം ജോലി തിരിച്ച് കൊടുക്കുമെന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. പക്ഷേ തന്ത്രിമാരുടെ വിശദീകരണം പോലും പലപ്പോഴും ഈ സംശയം ജനിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ദേവസ്വം ബോർഡിന് എങ്ങനെ ഈ ഒരു നിലപാടെടുക്കാൻ പറ്റുമെന്നാണ്. ഈ തന്ത്രി കുടുംബവും തന്ത്രിമാരൊരു നിലപാടെടുക്കുന്നു. ഈഴവനായതുകൊണ്ട് കഴകപ്പണി ചെയ്യാൻ പറ്റില്ല എന്നൊരു നിലപാടിലേക്ക് തന്ത്രിമാർ വരുന്നു. വാര്യർ സമാജത്തിന്റെ എതിർപ്പ് നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ എതിർപ്പുകൾ ഉള്ളതുകൊണ്ട് ഒരു താൽക്കാലിക പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നിയമനം ലഭിച്ച ഒരു യുവാവിനെ മാറ്റി നിർത്തുന്നു. ഇതൊരു ദേവസ്വം ബോർഡിന് ഇതെങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വിശദീകരണം നൽകാൻ കഴിയുക എന്നൊരു ചോദ്യം പോലും ഈ വിഷയത്തിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ജാതി സമ്പ്രദായങ്ങളൊക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ തീർത്തും അപമാനകരമാണ്. അതല്ലാതെ മറ്റൊന്നും ഈ ഒരു വിഷയത്തിൽ പറയാനില്ല.